ഡിയർ സ്റ്റുഡൻസ്, LSGS മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 1, പേപ്പർ 2 ഈ രണ്ട് പേപ്പറിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു കോമൺ ഏരിയാസിൽ ഒന്നാണ് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ എവല്യൂഷൻ. പല പല കമ്മിറ്റികളെ നമ്മളതിൽ പഠിക്കണം, ഭരണഘടനാ ഭേദഗതികളെ പറ്റി പഠിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ പല ഏരിയയിലും കോമൺ ആയി വരുന്ന ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഉറപ്പായും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ അക്ഷയ് സാർ ഈ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തുതരാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റികളെ പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ആ രണ്ട് കമ്മിറ്റികളുടെ ഒരു മൈക്രോ റിവിഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കുകളുടെ ഇലാബറേറ്റഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഫുൾ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു സമയം പോലും പാഴാക്കാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ധാരാളം ഫ്രീ കണ്ടന്റ് ടെലിഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം ഒരു അഫോർഡബിൾ കോഴ്സ് നോക്കുന്നെങ്കിൽ ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ടും LSGSന്റെ റിവിഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സസ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അടിപൊളിയെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. സോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. മറന്നു പോകരുത്. റെക്കമെൻഡേഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. 1957 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ചെയർമാൻ ബൽവന്ത് റായ് ജി മേത്തയാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1957 ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ജനാധിപത്യം താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു റെക്കമെൻഡേഷൻസിന്റെ ഉദ്ദേശം. 3 tier പഞ്ചായത്തി രാജ് സിസ്റ്റമാണ് പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഈ 3 tiers ഷുഡ് ബി ലിങ്ക്ഡ് ത്രൂ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. പരോക്ഷ തെരഞ്ഞെടുപ്പുകളിലൂടെ ഈ 3 ഘട്ടങ്ങളെയും അല്ലെങ്കിൽ ഈ 3 തട്ടുകളെയും കണക്ട് ചെയ്യണം എന്നുള്ള കാര്യവും ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്ത കാര്യമാണ്. വില്ലേജ് പഞ്ചായത്തിലേക്ക് ഡയറക്റ്റ് ഇലക്ഷനും പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്തിലേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷനും. ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുക എന്നുള്ളത്. സമിതി ആയിരിക്കണം എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നു. ജില്ലാ പരിഷത്തിന് അഡ്വൈസറി, കോർഡിനേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസറി പവേഴ്സ് നൽകണം എന്ന് പറയുന്നു. ചെയർമാൻ ഓഫ് ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ദർ ഷുഡ് ബി ജെനുവിൻ ട്രാൻസ്ഫർ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ആസ് വെൽ ആസ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് അടക്കം ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ആൻഡ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇത് സ്റ്റേറ്റുകളുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവയുടേതായ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൂടി നൽകുന്നു. അങ്ങനെ ഒക്ടോബർ 2 1959 രാജസ്ഥാനിലെ നഗൗർ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുന്നത്. നൗ അതിനുശേഷം ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതുമായി മുന്നോട്ട് വന്നു. ബൽവന്ത് റായ് മേത്തയെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഹി വാസ് ദ സെക്കൻഡ് CM ഓഫ് ഗുജറാത്ത് ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ അശോക് മേത്ത കമ്മിറ്റിയിലേക്കാണ് വന്നത്. അശോക് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഇൻ 1977 ബൈ ദ ജനത ഗവൺമെന്റ് ടു റിവ്യൂ വർക്കിംഗ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. പഞ്ചായത്തി രാജ് ഭരണ സംവിധാനങ്ങളുടെ വർക്കിംഗ് എത്രത്തോളം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് അശോക് മേത്ത കമ്മിറ്റി വരുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1978 ഇവിടെ നിന്ന് ഏറ്റവും വലിയ ഷിഫ്റ്റ് വരുന്നത് എന്താണ്? ഏറ്റവും വലിയ ഷിഫ്റ്റ് അവിടെ 3 tier പറഞ്ഞുവെങ്കിൽ ഇവിടെ 2 tier പറഞ്ഞുള്ളൂ. ജില്ലാ പരിഷത്ത് ആൻഡ് മണ്ഡൽ പഞ്ചായത്ത്. ഈ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഒരുമിച്ച് ചേരുന്ന ഒരു സംവിധാനമായിരിക്കണം എന്ന് പറയുന്നു. ജില്ലാ പരിഷത്ത് ഷുഡ് ബി പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്പൻസീസ്. ടാക്സേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർക്ക് സ്വയംഭരണാധികാരം ലഭിക്കുന്നതിന്റെ ഭാഗമായി ടാക്സ് പിരിക്കുന്നതിനുള്ള അധികാരം നൽകണമെന്ന് പറയുന്നു. ടാക്സ് പിരിക്കുന്നതിനുള്ള അധികാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ചില അഴിമതിക്ക് കാരണമാകും. അതുകൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് പറയുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിഞ്ഞു പോവുകയും 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തണം എന്നും പറയുന്നു. ന്യായ് പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്ന് പറയുന്നു. ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ
the election commission should organize and conduct പഞ്ചായത്ത് രാജ് സിസ്റ്റം. അതായത് ചീഫ് ഇലക്ടോറൽ ഓഫീസറും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറും ചേർന്ന് പഞ്ചായത്തി രാജിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് പറയുന്നു. ഡെഡിക്കേറ്റഡ് ആയി ഒരു മിനിസ്റ്റർ പഞ്ചായത്തി രാജിന് സംസ്ഥാന മന്ത്രിസഭയിൽ നൽകണം എന്ന് പറയുന്നു. ഇത് കൂടാതെ റിസർവേഷൻ സംവരണം SC/ST വിഭാഗത്തിന് നൽകണമെന്നും ഭരണഘടന അംഗീകാരം നൽകണം എന്ന് പറയുന്നു. പക്ഷെ ജനതാ ഗവൺമെന്റ് കൊളാപ്സ് ചെയ്യുന്നു. ഇതിന്റെ ആനുപാതികമായി അല്ലെങ്കിൽ ഇതിനോട് ഉപോത്ബലകമായി ആക്ഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. നൗ അടുത്തത് ഏത് കമ്മിറ്റിയാണ്? അടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് GVK റാവ് കമ്മിറ്റിയാണ് കേട്ടോ. GVK റാവ് കമ്മിറ്റിയാണ്. GVK റാവ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ 1985 GVK റാവ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ആസൂത്രണ ബോർഡ് 1985 GVK റാവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്, കളർ ഒന്ന് മാറ്റിക്കോട്ടെ. ഫൈൻ. യെസ്, അപ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? ദ ഇന്റൻഷൻ ഇസ് ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. റിവ്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു കമ്മിറ്റിയുടെ പർപ്പസ്. എന്ത് റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു കമ്മിറ്റിയുടെ പർപ്പസ്? റൂറൽ ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന ടേം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ടേം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ പരിഗണനാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ടേം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ പരിഗണനാ വിഷയങ്ങൾ എന്ന് പറയുന്നു. ആൻഡ് ഈ GVK റാവ് കമ്മിറ്റി കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്, ആ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്, ഡെവലപ്മെന്റൽ പ്രോസസ് ഹാഡ് ബ്യൂറോക്രാറ്റൈസ്ഡ് ആൻഡ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി ഹാസ് ബിക്കം ഗ്രാസ് വിതൗട്ട് റൂട്ട്സ്. ഡെമോക്രസി, ജനാധിപത്യത്തെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ, ബ്യൂറോക്രസിയുടെ അധീനതയിൽ വരികയും ജനപ്രതിനിധികളിലേക്ക് അധികാരങ്ങൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് GVK റാവ് കമ്മിറ്റി കൺക്ലൂഡ് ചെയ്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോയിന്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ദ ഇയർ ഓഫ് 1985 ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസന മേഖലയിലെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ വികസനത്തെ പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു ടേം ഓഫ് റെഫറൻസ്. ആൻഡ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം, എത്രത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ പുരോഗതിക്ക് പാത്രമായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു GVK റാവ് കമ്മിറ്റിയുടെ ഉദ്ദേശം. ആൻഡ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ അല്ല എൻഡ് ചെയ്യുന്നത്. അഫ്കോഴ്സ് അദ്ദേഹം കുറെ റെക്കമെൻഡേഷൻസ് സമർപ്പിക്കുന്നുണ്ട്. വി വിൽ സി. അപ്പോ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ സോൾ എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് ആയി മാറി. അതായത് ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ബ്യൂറോക്രസിയുടെ അധീനതയിൽ വരികയും യഥാർത്ഥത്തിലെ ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായി. Now, what are the important recommendations of GVK റാവ് കമ്മിറ്റി? GVK റാവ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കുക. GVK റാവ് കമ്മിറ്റി കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. The district should be proper unit for ബ്യൂറോക്രസി കറപ്ഷൻ ആയി എന്നാണോ? ബ്യൂറോക്രസി കറപ്ഷൻ ആയി എന്നല്ല ഇതിന്റെ ഉദ്ദേശം. ഈ ബ്യൂറോക്രസിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ അധികാരത്തിന് വേണ്ടി ഒരു പിടിവലി നടത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. ബ്യൂറോക്രസി കറപ്റ്റ് ആയി എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. ബ്യൂറോക്രാറ്റൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? പ്രാദേശികമായ
ജനങ്ങൾക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ട് പ്രാദേശികമായി ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ ജനങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ഒഫീഷ്യൽസിന്റെ അടുത്തേക്ക് പോയാൽ, അതായത് ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണ്, അധികാരങ്ങൾ മുഴുവൻ ബ്യൂറോക്രസി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നം ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ശ്രമങ്ങളെല്ലാം വൃഥാവിലാകുന്നു എന്നാണ് അർത്ഥം, അല്ലെ? അതായത് ഓഫീസേഴ്സിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വൈകാരികമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്കിടയിൽ തന്നെ അധികാരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഭരണ സംവിധാനങ്ങളെ നമ്മൾ ഷേപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നു? ജില്ലാ തലത്തിൽ നിങ്ങൾക്കൊരു ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ട്, ഈവൻ ഇപ്പോഴും ഉണ്ടല്ലേ, ജില്ലാ തലത്തിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ട്. സോ ദർ വിൽ ബി ഒരു ടഗ് ഓഫ് വാർ ഉണ്ടാകുന്നു, അധികാരത്തിന് വേണ്ടി ഒരു പിടിവലി നടക്കുന്നു. ജില്ലാ പരിഷത്ത് ഓർ ദ ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓർ ദ ജില്ലാ പരിഷത്ത് എന്ന് പലതരത്തിലും അധികാരത്തിൽ ഓവർലാപ്പ് വരുന്നു. അങ്ങനെ ഒരു പിടിവലി നടക്കുന്നു. അങ്ങനെ ബ്യൂറോക്രസിയിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്ന തരത്തിലായി സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയപ്പോൾ. അപ്പോൾ ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങളുടെ വിവേചനത്തിലാണ് നൽകിയത്. അപ്പൊ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചത് എന്താണ്? പ്രാദേശികമായി ഭരണ സംവിധാനങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞാൽ ചിലപ്പോൾ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ആകണമെന്നുണ്ടോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി? ഒരിക്കലുമല്ല. അപ്പൊ ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം ഷെയർ ചെയ്യാൻ വലിയ താല്പര്യം അന്നു മുതലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ ഡിസൈൻ ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർണ്ണമായും എങ്ങനെയാണ് നിലവിൽ വന്നത്? ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഓഫീസർക്ക് കൂടുതൽ പരിഗണന നൽകുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലെ അവരുടെ ഉദ്ദേശം. അതാണ് യഥാർത്ഥത്തിൽ GVK റാവു കമ്മിറ്റി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനാധിപത്യം ജനങ്ങൾക്ക് വിട്ടു നൽകുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും സാധ്യമാകുന്നില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജില്ലാ കളക്ടർ പോലെയുള്ള ഒഫീഷ്യൽസിന്റെ കയ്യിൽ തന്നെ ഈ അധികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അഴിമതിയായി എന്നുള്ളതല്ല, ഒഫീഷ്യൽസിന്റെ കയ്യിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, നൗ GVK റാവു കമ്മിറ്റി പറയുന്നത് ദ ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ പ്രോപ്പർ യൂണിറ്റ് ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് Zilla Parishad should become the principal body for management of all developmental programs. Preference goes to the Zilla Parishad. Okay, Zilla Parishadine preference നൽകണം എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പ്ലാനിംഗ്, അതായത് ആസൂത്രണവും വികസനവും എല്ലാം ജില്ലയുടെ നേതൃത്വത്തിന് കീഴിൽ വരണം, ജില്ലാ തലത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ വരണമെന്നും എല്ലാ വികസന പദ്ധതികളും that should be implemented or that should be managed by the Zilla Parishad. Importance given to the Zilla Parishad, or GVK റാവു committee recommends that the Zilla Parishad should be given. ജില്ലാ പരിഷത്തിനായിരിക്കണം വികസന പദ്ധതികളുടെയും ആസൂത്രണത്തിന്റെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. The Panchayati Raj institutions at the district and lower levels should be assigned an important role with respect to planning, implementation and monitoring of rural development programs. തദ്ദേശ വികസന പദ്ധതികളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ താഴെ തട്ടുകളിലുള്ള മറ്റ് ലെവൽ ഓഫ് ഗവൺമെന്റുകളെ ഒഴിവാക്കരുത് എന്നാണ് ഇവിടെ GVK റാവു കമ്മിറ്റി പറയുന്നത്. അതായത് ജില്ലാ പരിഷത്തിനാണ് അൾട്ടിമേറ്റ് അധികാരം നൽകുന്നതെങ്കിൽ പോലും താഴേക്കിടയിലുള്ള, അതായത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ അത്തരം ഭരണ സംവിധാനങ്ങൾ, ഇനി താഴേക്കിടയിലുള്ള വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ആ ഭരണ സംവിധാനങ്ങളെയും ആസൂത്രണം, അതുപോലെ പദ്ധതികൾ നടപ്പിലാക്കൽ, മോണിറ്ററിംഗ്, നിരീക്ഷണം, എന്തിന്റെ നിരീക്ഷണം? റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ നിരീക്ഷണത്തിൽ മുൻപന്തിയിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരണമെന്നും GVK റാവു കമ്മിറ്റി പറയുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ അധികാരം അല്ലെങ്കിൽ ഇതിന്റെ പരമമായ അധികാരം ജില്ലാ പരിഷത്തിന് നൽകണമെന്ന് പറയുമ്പോൾ പോലും അതോടൊപ്പം GVK റാവു കമ്മിറ്റി പറയുന്നത് തദ്ദേശ അല്ലെങ്കിൽ പ്രാദേശിക വികസന പദ്ധതികളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജില്ലാ പരിഷത്തിന് കീഴിൽ നിൽക്കുന്ന മറ്റ് തട്ടുകളിലുള്ള ഭരണ സംവിധാനങ്ങളെ ഒഴിവാക്കാൻ പാടില്ല. ആസൂത്രണമായാലും അവ നടപ്പിലാക്കുന്നതായാലും നിരീക്ഷണമായാലും ഇവരെ കൂടി പ്രധാനപ്പെട്ട റോളുകളിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു.
Some of planning functions at the state level should be transferred to the district level planning units for effective decentralized district planning. അപ്പൊ ജില്ലാ പരിഷത്തിന് കൂടുതൽ അധികാരം നൽകണം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് GVK റാവു കമ്മിറ്റി ചെയ്യുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ അധികാരത്തിലുള്ള ആസൂത്രണത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജില്ലാ തലത്തിലേക്ക് കൈമാറണം എന്നും പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉദ്ദേശം, അല്ലെ? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സം ഓഫ് ദി പ്ലാനിംഗ് ഫങ്ഷൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സംസ്ഥാന ഗവൺമെന്റ് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് കേരളത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നിയമം നിർമ്മിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ആസൂത്രണം നടത്തുക എന്നുള്ളതിൽ നിന്നും മാറിക്കൊണ്ട് ജില്ലാതലത്തിലേക്ക് ഈ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് GVK റാവു കമ്മിറ്റിയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്ന് പറയുന്നത്. Now, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുകൂടി അദ്ദേഹം കൃത്യമായി പരാമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കുക എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. A post of district development commissioner, district development commissioner, okay, district development commissioner should be created and should act as the chief executive officer, chief executive officer, chief executive officer of Zilla Parishad and should be in charge of all development departments at the district level. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജില്ലാ വികസന കമ്മീഷണറുടെ ഓഫീസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ, നിങ്ങൾ ഡൽഹി ഡെവലപ്മെന്റ് കമ്മീഷണർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഡൽഹി ഡെവലപ്മെന്റ് കമ്മീഷണർ എന്ന് പറയുന്ന ഈ നമ്മളുടെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ ഇരുന്ന ഒരു പദവിയാണത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കും. അൽഫോൺസ് കണ്ണന്താനമൊക്കെ ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് അനധികൃത കയ്യേറ്റങ്ങൾ ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നും ഡൽഹിയുടെ നഗര മേഖലയിലെ കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന വെല്ലുവിളികൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളും അദ്ദേഹവും തന്നെ പലപ്പോഴും പരാമർശിച്ച് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്യണമെന്നും ഈ തസ്തികയ്ക്ക്, അല്ലെങ്കിൽ ഈ തസ്തിക പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രപ്പോർഷണലായി മാത്രമേ വർക്ക് ചെയ്യാവൂ എന്നുകൂടിയാണ് GVK റാവു കമ്മിറ്റി പരാമർശിക്കുന്നത്. പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ഷുഡ് ബി ക്രിയേറ്റഡ് ആൻഡ് ഷുഡ് ആക്ട് as CEO ഓഫ് ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഈ ഡെവലപ്മെന്റ് കമ്മീഷണർ പ്രവർത്തിക്കണമെന്നും GVK റാവു കമ്മിറ്റി പറയുന്നു. അതായത് ഡെഡിക്കേറ്റഡ്ലി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം, ജില്ലാ കളക്ടറെ പോലെ ജനറൽ നേച്ചർ ഉള്ള ഒരാളല്ല, ഡെഡിക്കേറ്റഡ്ലി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ office needs to be created and he should be the chief executive officer and in charge of all development departments at the district level. ജില്ലാ തലത്തിലുള്ള എല്ലാ വികസന ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ വികസന പുരോഗതി ഡിപ്പാർട്ട്മെന്റുകളുടെയും ഉത്തരവാദിത്തം ഈ ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് നൽകണമെന്നും GVK റാവു കമ്മിറ്റി പരാമർശിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പൂർണ്ണമായും പ്രാവർത്തികമാക്കണമെങ്കിൽ പരമാവധി റെഗുലർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് പരീക്ഷയ്ക്ക് അങ്ങനെ പ്രധാനമായും ചോദിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് അല്ല. ചില റെക്കമെൻഡേഷൻസ് ഒക്കെ ജനറൽ സ്വഭാവമുള്ള റെക്കമെൻഡേഷൻസ് ആണ്. GVK റാവു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ചിലതൊക്കെ ജനറൽ സ്വഭാവമുള്ള റെക്കമെൻഡേഷൻസ് ആണ്. നമ്മൾ കണ്ടതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വേർഷൻ ആണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, അപ്പോയിന്റ്മെന്റ് ഓർ ക്രിയേഷൻ ഓഫ് ആൻ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആസ് ദ CEO ഓഫ് ജില്ലാ പരിഷത്ത്. നൗ ഈ GVK റാവു കമ്മിറ്റി വരുന്നതിന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് 2 കമ്മിറ്റികളുടെ പേര് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഈ കമ്മിറ്റികളുടെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി.
ദണ്ഡ്വാല കമ്മിറ്റി 1978 ഒരുപാട് കമ്മിറ്റികളുണ്ട് കേട്ടോ. ഒരുപാട് കമ്മിറ്റികൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെ കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അല്ല. പക്ഷെ പ്രധാനമായും നോട്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദണ്ഡ്വാല കമ്മിറ്റി 1978 ഹനുമന്ത് റാവു കമ്മിറ്റി 1984 അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളിൽ പ്രധാനമായും എന്താ അവർ പറഞ്ഞിരുന്നത്? They gave importance to the district collector as the coordinator of all development and planning. അപ്പോൾ വർഷം ശ്രദ്ധിക്കണം. GVK റാവു കമ്മിറ്റി വരുന്നത് ഏത് വർഷമാണ്? 1985 അല്ലെ GVK റാവു കമ്മിറ്റി വരുന്നത്. അപ്പൊ അതിന് മുൻപ് തന്നെ ദണ്ഡ്വാല കമ്മിറ്റിയും ഹനുമന്ത് റാവു കമ്മിറ്റിയും വരുന്നു. ഈ രണ്ട് കമ്മിറ്റികളും പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ടുന്ന വികസന പദ്ധതികളുടെ കോർഡിനേറ്റർ സ്ഥാനത്ത് ആര് വരണമെന്ന് പറയുന്നു? ഡിസ്ട്രിക്ട് കളക്ടർ വരണമെന്ന് പറയുന്നു. അപ്പൊ അതിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പിന്തുണ പറ്റിക്കൊണ്ട് പല സംസ്ഥാനങ്ങളിലും ജില്ലാ കളക്ടർക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും ഇതിനെയാണ് GVK റാവു കമ്മിറ്റി യഥാർത്ഥത്തിൽ എങ്ങനെ വിശേഷിപ്പിച്ചത്? ആർ യു ഗെറ്റിംഗ് ദ ഐഡിയ? എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് GVK റാവു കമ്മിറ്റി? എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? GVK റാവു കമ്മിറ്റി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? യെസ്, ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റൈസേഷൻ അല്ലെ? ബ്യൂറോക്രാറ്റൈസേഷൻ എന്ന് വിശേഷിപ്പിച്ചത്, യെസ്, ബ്യൂറോക്രസി എന്നല്ല, ബ്യൂറോക്രാറ്റൈസേഷൻ എന്ന് വിശേഷിപ്പിച്ചത് അതാണ്. അപ്പൊ ഈ റെക്കമെൻഡേഷൻസ്, അതായത് ഈ ഹനുമന്ത് റാവു കമ്മിറ്റിയും ദണ്ഡ്വാല കമ്മിറ്റിയും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങൾ ജില്ലാ കളക്ടർക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും ഈ സാഹചര്യത്തിലാണ് GVK റാവു കമ്മിറ്റി ദിസ് ഇസ് ബ്യൂറോക്രാറ്റൈസേഷൻ, ഇതല്ല വേണ്ടത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് റെക്കമെൻഡേഷൻസുമായി മുന്നോട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് GVK റാവു കമ്മിറ്റി. ഒരിക്കൽ കൂടി നോക്കുക, GVK റാവു കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഓരോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് തറോ ആകൂ. കാരണം ഈ റെക്കമെൻഡേഷൻസിൽ നിന്ന് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഐഡന്റിഫൈ ദ റെക്കമെൻഡേഷൻസ് ഫ്രം, സേ ഫോർ എക്സാമ്പിൾ, അശോക് മേത്ത കമ്മിറ്റി, അല്ലെങ്കിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ റെക്കമെൻഡേഷൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എഴുതാൻ സാധിക്കൂ. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻസ് വരാനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. സി, ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഈ സ്ലൈഡിൽ വളരെ കുറച്ച് പോയിന്റ് മാത്രമേ വെക്കാറുള്ളൂ. അതിന് കാരണം ഈ സെന്റൻസുകളായി നിങ്ങൾക്ക് സ്ലൈഡ് നിറച്ചു തന്നാൽ ദെൻ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നതിൽ നിന്ന് എന്താണ് അതിൽ പ്രത്യേകത ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഉള്ള തെറ്റായിരിക്കാം. ഞാൻ പലപ്പോഴും അതിലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കാറ്. ഈ റെക്കമെൻഡേഷൻസിലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കാറ്. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ റെക്കമെൻഡേഷൻസ് എല്ലാം സ്ലൈഡിൽ തരുവാണ്. ഈ റെക്കമെൻഡേഷൻസിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഓരോ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസറെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കമ്മീഷണറെ പറ്റി പറഞ്ഞു. യെസ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണറെ പറ്റി പറയുമ്പോൾ ദാറ്റ് യു ഷുഡ് സ്പോട്ട് ഓൺ ദാറ്റ് ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഇൻ റിലേഷൻ ടു GVK റാവു കമ്മിറ്റി. അതല്ലാതെ അതിന്റെ പൂർണ്ണമായ ആശയം മുഴുവൻ പഠിച്ച് പരീക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിക്കരുത്. നമ്മളെ സംബന്ധിച്ച് ഇതിൽ മാസ്റ്റർ ആവുക എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ലൈഡ് തന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് കീവേഡ്സ് ഓരോന്നെടുത്ത്, സേ ഫോർ എക്സാമ്പിൾ GVK റാവു കമ്മിറ്റി എന്ന് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ തന്നിരിക്കുന്ന റെക്കമെൻഡേഷൻസിൽ കീവേഡ്സ് മാത്രം നോട്ട് ചെയ്യുക. ഈ കീവേഡ്സ് മാത്രം നോട്ട് ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു കോഡിലൂടെ അത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വുഡ് ബി ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകുമല്ലോ, ചിലപ്പോൾ ഒരു പഠന ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും. കോഡ് ഉണ്ടാക്കാനുള്ള ചുമതല നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമാറി നൽകാം. ആ കോഡ് പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഓർത്തിരിക്കാൻ സാധിക്കും കേട്ടോ. ഇതിനകത്ത് യാതൊരു സെൽഫിഷ്നെസിന്റെ ആവശ്യമില്ല. പരസ്പരം ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അറിവ് കൂടുക മാത്രമേ ചെയ്യൂ. അപ്പൊ അങ്ങനെ ചെയ്യാം. അതാണ് ഇത് മനസ്സിലാക്കാനും ഇത് ആൻസർ ചെയ്യാനുമുള്ള പോംവഴി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വിട്ടുകളയാൻ ഒരു നിവൃത്തിയില്ല. എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
നിങ്ങളുടെ ടോപ്പിക്കാണിത് കേട്ടോ. നിങ്ങളുടെ ടോപ്പിക്കാണിത്. നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് 2 പുസ്തകങ്ങൾ മാത്രം. ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ടെക്സ്റ്റ് ബുക്ക് ലക്ഷ്മികാന്തിന്റെ 7th എഡിഷൻ ആണ്. 7th എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലക്ഷ്മികാന്തിന്റെ എഡിഷൻ വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും പ്രിഫറബിളി ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് യഥാർത്ഥ റിപ്പോർട്ടുകളാണ് കേട്ടോ. പക്ഷെ അത് നിങ്ങൾ വായിച്ചു നോക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യഥാർത്ഥ റിപ്പോർട്ടുകൾ മുഴുവൻ വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് വായിച്ചു നോക്കുന്നത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി അത് വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തേത് ബെയർ റിപ്പോർട്ടാണ്. ഈ ബെയർ റിപ്പോർട്ട് മുഴുവൻ വായിച്ച് സമയം കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ യു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ ഞാൻ നൽകിയിരിക്കുന്ന സ്ലൈഡെങ്കിലും കൃത്യമായി റെഫർ ചെയ്യാൻ ശ്രമിക്കുക. 5th എഡിഷൻ മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അനന്തു 5th എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണ് എന്നാണ്. ആ സബ്ജക്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എൻറ്റയർ സിലബസിൽ നോക്കുമ്പോൾ, അത് UPSC സിവിൽ സർവീസസിന്റെ ആണെങ്കിലും KASന്റെ ആണെങ്കിലും ഇനി ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ആണെങ്കിൽ പോലും നിങ്ങളുടെ സിലബസിലേക്ക് നോക്കുമ്പോൾ ഇത്രയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല കേട്ടോ. ഇത്രയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല. സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ ഒക്കെ നമ്മളുടെ സബ്ജക്റ്റിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും പൊളിറ്റിയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് 5th എഡിഷൻ ഇസ് വെരി മച്ച് ഔട്ട്ഡേറ്റഡ്. 5th എഡിഷൻ ഒഴിവാക്കുക കേട്ടോ. 5th എഡിഷനിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഒഴിവാക്കണം. ഇനി 6th എഡിഷൻ ചിലർ ചോദിക്കുന്നുണ്ട്. 6th എഡിഷനിലും മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ 6th എഡിഷൻ ഇറങ്ങിയിട്ട് ഒരുപാട് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിപ്പോ 7th എഡിഷൻ വാങ്ങിക്കണം എന്നില്ല. ഇഫ് യു അറ്റൻഡ് ദ റെഗുലർ ക്ലാസ്, ഐ ക്യാൻ ഗ്യാരണ്ടി യു ഉള്ള മിസ്റ്റേക്ക് ഐ വിൽ പോയിന്റ് ഔട്ട്. അതല്ല, നിങ്ങൾ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നിന്നുകൊണ്ട് മറ്റൊരു സറൗണ്ടിങ്സുമായി ഒരു ബന്ധവും ഇല്ല, നിങ്ങൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ, പത്രം പോലും വായിക്കുന്ന ശീലം ഇല്ലാത്ത ഒരാളാണ്, വാർത്ത പോലും കാണുന്ന ഒരു ശീലമില്ലാത്ത ഒരാളാണ് എങ്കിൽ ഈവൻ 6th എഡിഷനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോ അതെന്താണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എങ്ങനെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 6th എഡിഷനിലും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. യെസ്, അബ്സല്യൂട്ട്ലി മതി. സ്ലൈഡ്, ലൈവ് ക്ലാസ്, ലക്ഷ്മികാന്ത്, ദാറ്റ്സ് ഇനഫ് കേട്ടോ. അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ദെൻ യെസ്, പിന്നെ PDF അവൈലബിൾ ആണോ? ഡെഫിനറ്റ്ലി PDF അവൈലബിൾ ആണ് കേട്ടോ. 7th എഡിഷന്റെ PDF അവൈലബിൾ ആണ്. യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. നിങ്ങൾ വാങ്ങിക്കണം എന്നില്ല, പുസ്തകം വാങ്ങിക്കണം എന്നില്ല. ഞാൻ കൂടുതലും പ്രിന്റഡ് നോട്ടിന്റെ ഒരു ആരാധകനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് PDF അവൈലബിൾ ആണ്. ഡിജിറ്റൽ മാധ്യമത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടം ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി 7th എഡിഷൻ നിങ്ങൾ UPSC കേരള എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ, ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യും നിങ്ങളെ ഈ ലക്ഷ്മികാന്തിന്റെ 7th എഡിഷൻ PDF പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. സോ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. 7th എഡിഷൻ PDF അവൈലബിൾ ആണ്. ഓക്കെ, ഫൈൻ. യെസ്, സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് GVK റാവ് കമ്മിറ്റി. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും മുഴുവനും കാണാതെ പഠിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും ശ്രമിക്കരുത്. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അത് എത്ര വലിയ പഠിപ്പിസ്റ്റ് ആണെങ്കിലും ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ട്രൈ ടു ക്രാക്ക്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എപ്പോഴും മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ ട്രാക്കിലൂടെയാണോ നിങ്ങൾ സഞ്ചരിച്ചു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ വിശകലനം ചെയ്യാൻ സാധിക്കൂ. പരമാവധി മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്യുക.
അങ്ങനെ ചെയ്യാം. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിൽ നിന്ന് ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാം. എല്ലാവരും ആൻസർ ചെയ്യട്ടെ. ആൻസർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അതോ നമ്മൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, UPSC ക്വസ്റ്റ്യൻസ്, ടു ബി വെരി ഫ്രാങ്ക്, UPSC ഒരുപാട് ചോദ്യങ്ങൾ ഈ പഞ്ചായത്തി രാജ് എന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, ഒരുപാട് ചോദ്യങ്ങൾ പഞ്ചായത്തി രാജ് എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാറില്ല. ദ ഡിഫറൻസ് ഓർ ദ റീസൺ മൈറ്റ് ബി, UPSC കാണുന്ന ഒരു കാരണം പല സംസ്ഥാനങ്ങളിലും ഇത് പല രീതിയിലാണ്. ഒരു യൂണിഫോം ആയിട്ടുള്ള സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഭരണഘടനാ അംഗീകാരത്തിലേക്കൊക്കെ വന്നുവെങ്കിൽ പോലും നമുക്ക് എഴുതി വെക്കാനേ പറ്റൂ അല്ലെ. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങളാണ്. എക്സിക്യൂട്ടീവ് അത് ചെയ്തില്ലെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. കോടതിയിലും ഇത് വർഷങ്ങളോളം കെട്ടിക്കിടക്കും എന്നുള്ളത് കൊണ്ടൊക്കെ ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് UPSC അങ്ങനെ ഒരുപാട് കോൺസെൻട്രേഷൻ ഈ പറയുന്ന പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുത്തിട്ടില്ല. മുനിസിപ്പാലിറ്റി വളരെ കുറവാണ്. പഞ്ചായത്തി രാജ് അറ്റ്ലീസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി UPSC ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാം. അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് മോഡൽ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ, അത് നിങ്ങൾക്ക് തന്നെ ഫ്രെയിം ചെയ്യാം. നിങ്ങൾ അക്കാഡമിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഫ്രെയിം ചെയ്യാം. ആൻഡ് ട്രൈ ടു ഷെയർ ഇറ്റ് എമംഗ് യുവർ പിയർ ഗ്രൂപ്പ്. ദെൻ ലെറ്റ് ദം സോൾവ് ആൻഡ് ഡിസ്കസ് ഇറ്റ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഇൻ ടു ദ ആൻസർ. ഇനി ആ ഡിസ്കഷൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഓർ യുവർ അഡ്മിൻ സോ ദാറ്റ് വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അത് എന്നോട് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫാക്ട് നിങ്ങളുടെ അഡ്മിന് മെസ്സേജ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുറച്ച് പേര് ഒരു ഡിസ്കംഫേർട്ട് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. സ്ലൈഡ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്ന് കുറച്ച് പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ആസ് പെർ യുവർ കൺവീനിയൻസ് കേട്ടോ. ബ്ലാക്കിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഭംഗി തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തത്. സോ ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ യു, യു ക്യാൻ ഡിസൈഡ്. ഫൈൻ. അപ്പൊ എന്നോട് തുറന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിനുമായി കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡ്രൈ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു പുട്ടിന് പീരിടുന്നത് പോലെ ചില കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് പഠിപ്പിക്കുന്നത് കേട്ടോ. യെസ്, PDF കിട്ടിയിട്ടുണ്ടെങ്കിൽ യു മേ ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ, ലെറ്റ് ദം ഓൾസോ സ്റ്റഡി. ഫൈൻ. PDF കിട്ടി എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് ആണെങ്കിൽ അല്ലെങ്കിലും ഷെയർ ചെയ്യുക കേട്ടോ. ഫൈൻ. ഇനി നമുക്ക് തൽക്കാലം ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ ഒന്ന് ചവിട്ടാം. ആൻഡ് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദി 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്താണ് പരാമർശിക്കുന്നത് എന്ന് നോക്കാം. സോ ഇത്, അതായത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മളുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെന്റ് ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുക. യെസ്, ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ഞാൻ ഇനി ആ ഫൗണ്ടേഷനിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് കടക്കുന്നില്ല. എന്താണ് പഞ്ചായത്തി രാജ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ജനാധിപത്യമാണ് ഉദ്ദേശം അല്ലെ. ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ജനാധിപത്യത്തിന്റെ കാറ്റഗറീസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ജനാധിപത്യം 2ആയി തരം തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് ഡയറക്റ്റ് ഡെമോക്രസി എന്നും ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും. ഇൻഡയറക്റ്റ് ഡെമോക്രസി മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേര്? പരോക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേര് എന്താണ്? പരോക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ മറ്റൊരു പേരെന്താണ്? ടെൽ മീ. ഇൻഡയറക്റ്റ് ഡെമോക്രസി ഈസ് ഓൾസോ നോൺ ആസ്, യെസ്, വെരി ഗുഡ്. മറന്നു പോകരുത്.
ബേസ് ലെവൽ, ഫൗണ്ടേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാവരും ആൻസർ ചെയ്യും. നിങ്ങൾ ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ ആൻസർ ചെയ്യാതെ പോകരുത്. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഈസ് ഓൾസോ നോൺ ആസ് representative democracy. Yes, very good, very good. Now, representative democracy was further divided into, representative democracy രണ്ട് തരത്തിലുണ്ടല്ലേ? എങ്ങനെയാണ്? ബ്രോഡ്ലി റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? How was it divided? Representative democracy was further divided into on the basis of election process. ആണോ? പ്രാതിനിധ്യ ജനാധിപത്യം രണ്ടായി തരം തിരിച്ചിട്ടില്ലേ? മറന്നോ? യെസ്, വെരി ഗുഡ്. പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി. മറക്കരുത്. പ്രസിഡൻഷ്യൽ, SCRT നോളജ്, പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഓക്കെ, അങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? മറക്കരുത്. നിങ്ങളുടെ SCRT ലെവൽ ഇൻസ്ട്രക്ഷൻസ് ആണിത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ SCRT പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണിത്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് SCRT പുസ്തകം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ലക്ഷ്മികാന്തില് പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഒന്ന് വായിച്ചാലും മതി. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എത്രത്തോളം ആക്സസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡിങ്സ് കേട്ടാലും മതി. പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപുള്ള റെക്കോർഡിങ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ അതിൽ കൃത്യമായി എന്താണ് പാർലമെന്ററി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പോൾ ഡെമോക്രസി ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, പാർലമെന്ററി ഡെമോക്രസി ആണ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ പാർലമെന്ററി ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഉള്ള പ്രശ്നം എന്താണ്? പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് അല്ലെ? പാർട്ടിസിപ്പേഷൻ കുറവാണ് കാരണം നമ്മൾ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരുടെയും അഭിപ്രായത്തിന് ചിലപ്പോൾ പ്രാധാന്യം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഇത്തവണ പ്രത്യേകിച്ചും ഓൾമോസ്റ്റ് എല്ലാ മണ്ഡലങ്ങളിലും 20-ൽ ഓൾമോസ്റ്റ് ഒരു 15ഓളം മണ്ഡലങ്ങളിൽ ഈവൻ NDA മുന്നണി കേരളത്തിൽ ഓൾമോസ്റ്റ് 20 മുതൽ 25% വരെ വോട്ട് പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിൽ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഒരുപാട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പിന്തള്ളപ്പെടാം അല്ലെ? അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം പിന്തള്ളപ്പെടാം. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ മാത്രമേ വിജയിക്കൂ അല്ലെ? ഇപ്പൊ തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുത്താൽ ശശി തരൂര് ഓൾമോസ്റ്റ് പരാജയത്തിന്റെ വക്കിലാണ് എന്ന് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ തീരദേശ മേഖലയുടെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മുന്നോട്ട് വന്നു. രാജീവ് ചന്ദ്രശേഖർ നഗരമേഖലകളിൽ ഉണ്ടാക്കിയ സ്വാധീനം നഷ്ടപ്പെട്ടു. അപ്പൊ ഗ്രാമപ്രദേശം ഒന്ന് പറയുന്നു, നഗരം മറ്റൊന്ന് പറയുന്നു. ഈ പ്രദേശങ്ങൾക്ക് ഇതാണ് യഥാർത്ഥത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. ഈ പ്രദേശങ്ങൾക്ക് രണ്ടും വ്യത്യസ്ത അഭിപ്രായമാണ്. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഒരുമിച്ച് ചേർത്ത് പാർലമെന്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവരെ സെപ്പറേറ്റ് ആയി മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ഗ്രാമപ്രദേശങ്ങൾക്ക് ആവശ്യം വേറെയാണ്, നഗരപ്രദേശങ്ങളുടെ ആവശ്യം വേറെയാണ്. അതുകൊണ്ടാണ് നഗരപ്രദേശം രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു ടെക്നോക്രാറ്റിനെ അംഗീകരിക്കാൻ തയ്യാറായത്. പക്ഷേ ഭൂരിഭാഗം ജനവിഭാഗങ്ങളും ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് റിസൾട്ട് ടിൽറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഡെമോക്രസി അറ്റ് ദ ഗ്രാസ് റൂട്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസിക്ക് മാത്രമേ പ്രാദേശികമായ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കൂ. അങ്ങനെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണമെങ്കിൽ ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തിക്കണം. ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. നഗരമേഖലയ്ക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയോ മുനിസിപ്പൽ കോർപ്പറേഷനോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടി വില്ലേജ് പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഡിസ്ട്രിക്ട് പഞ്ചായത്തോ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഈ സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ വന്നതോ അല്ലെങ്കിൽ 1992 നിലവിൽ വന്നതോ അല്ല. നമ്മളുടെ പ്രാചീന ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ, അതായത് ഏൻഷ്യന്റ് ഇന്ത്യയുടെ
ടെക്സ്റ്റുകൾ, റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലൂ ലഭിക്കും. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ സഭ, സമിതി, ഗ്രാമിക്, ഗ്രാമിണി എന്നൊക്കെയുള്ള വാക്ക് പ്രാചീന ഭാരത ചരിത്രത്തിന്റെ ഭാഗമായി കാണും. ഇതെന്താണ്? ഇത് തദ്ദേശ ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്വതന്ത്രമായതിന് ശേഷം പ്രാധാന്യം അർഹിക്കുന്നത് ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 40 ഒരു DPSP ആണ്. ആർട്ടിക്കിൾ 40 പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ആർട്ടിക്കിൾ 40 പരാമർശിച്ചിട്ടുള്ളത്? പ്ലീസ് ആൻസർ. ഇതിനകത്ത് പല ആൻസേഴ്സ് വരുന്നുണ്ട്. കുറച്ചു പേര് പറഞ്ഞത് ഗ്രാം സഭയെ പറ്റി പറയുന്നു എന്നാണ്. സോറി, ഗ്രാം സഭയെ പറ്റി പറയുന്നില്ല. പഞ്ചായത്തി രാജിനെ പറ്റി പറയുന്നു എന്ന് പറയുന്നു. എക്സാക്ട്ലി സ്പെസിഫിക് ആയി എന്താണ് പറയുന്നത്? ഇറ്റ് ഇസ് ഓർഗനൈസേഷൻ. മറന്നു പോകരുത്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. കേട്ടോ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. കേട്ടോ, ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് നോ പറയരുത്. ഇനി ഒരിക്കലും അത് പറയരുത്. ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് അല്ല. കേട്ടോ, ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് അല്ല. ഫസ്റ്റ് ക്ലാസ് ഒരിക്കൽ കൂടി പോയി കാണണം. ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് അല്ല. നിങ്ങളുടെ പുസ്തകങ്ങളിൽ അടക്കം ഈ തെറ്റ് ആവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ലക്ഷ്മികാന്തിലെ കാര്യമല്ല പറയുന്നത്, മറ്റ് പുസ്തകങ്ങളിലും ട്യൂട്ടോറിയലുകളിലും ഒക്കെ ഈ തെറ്റ് ആവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ് ഇസ് നോട്ട് ഫോർമേഷൻ, ഇറ്റ് ഇസ് എ ബ്ലണ്ടർ. തെറ്റാണ്, മണ്ടത്തരമാണ്. യെസ്, ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചായത്തുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. രൂപീകരിച്ചാൽ മതിയോ? അതാണോ ഉദ്ദേശം? അല്ല. പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്ത് സ്വയംഭരണ സംവിധാനങ്ങളാക്കി മാറ്റാനാണ് പറയുന്നത്. പഞ്ചായത്തുകൾ ഓൾറെഡി ഉണ്ട്, തദ്ദേശ ഭരണ സംവിധാനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മളുടെ ഭരണഘടന പറയുന്നത് ഈ ഭരണ സംവിധാനങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകിക്കൊണ്ട് അവയെ സ്വയം പര്യാപ്തമാക്കാനുള്ള ഭരണഘടനാ അംഗീകാരം നൽകുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫോർമേഷൻ അല്ല, ഇറ്റ് ഇസ് ഓർഗനൈസേഷൻ. വാക്ക് മാറിപ്പോകരുത്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്നാണ് അനുച്ഛേദം 40 സ്റ്റേറ്റിന് നൽകുന്ന നിർദ്ദേശം. ഓക്കെ, DPSP ആണ് അല്ലെ? അനുച്ഛേദം 40 DPSPയുടെ ഭാഗമാണ്. DPSP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? DPSP എന്ന് പറഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻസ് ആണല്ലേ? ഈ ഇൻസ്ട്രക്ഷൻസ് എന്താണ്? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിന്റെ ഡ്യൂട്ടിയാണ്. DPSP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. സ്റ്റേറ്റിനോട് പറയാണ് വില്ലേജ് പഞ്ചായത്തുകളെ നിങ്ങൾ ശാക്തീകരിക്കണം, സ്വയം ഭരണ സംവിധാനങ്ങളാക്കി മാറ്റണം. അവർക്ക് അവരുടെ പദ്ധതികൾ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സാമ്പത്തികമായ സ്വയം പര്യാപ്തത നൽകണം. അനുച്ഛേദം 40 ഇതാണ് പരാമർശിക്കുന്നത്. കേട്ടോ, നിങ്ങളുടെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ പോലും പഞ്ചായത്തുകളുടെ രൂപീകരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് കണ്ടില്ലെങ്കിൽ മാത്രം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്നതിന് നേരെ ബബിൾ ചെയ്യാം. കേട്ടോ, അല്ലെങ്കിൽ ഓർഗനൈസേഷനും എസ്റ്റാബ്ലിഷ്മെന്റും നിങ്ങളുടെ ഓപ്ഷനിൽ കണ്ടാൽ ഇറ്റ് ഇസ് ഷുവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന ആൾക്ക് അത് സംബന്ധിച്ച വ്യത്യാസം കൃത്യമായി അറിയാമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തിന് തന്നെ ആൻസർ ചെയ്യുക. ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് നോയിങ് ദ സൈക്കോളജി ഓഫ് ഫ്രെയിമേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യുന്നവരുടെ സൈക്കോളജിയും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഓർഗനൈസേഷനും എസ്റ്റാബ്ലിഷ്മെന്റും അദ്ദേഹം ഓപ്ഷനിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് തന്നെ പോകണം? ഓർഗനൈസേഷൻ. ഇറ്റ് ഇസ് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഇനി അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ദർ ഇസ് നോ ഓപ്ഷൻ, എസ്റ്റാബ്ലിഷ്മെന്റിന് പോകാം. ഓക്കെ, ഫോർമേഷൻ തന്നിട്ട് നൺ ഓഫ് ദി എബവ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. നൺ ഓഫ് ദി എബവ് ആണ് എങ്കിലും ഗോ ഫോർ ഫോർമേഷൻ. കേട്ടോ, കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് അങ്ങനെ
ആണ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എങ്കിൽ polity. So understand it is organization of village panchayat. Fine. അങ്ങനെ ആർട്ടിക്കിൾ 40 യെസ്, അങ്ങനെ ആർട്ടിക്കിൾ 40 ഒരു DPSP ആയിരുന്നു അല്ലെ. DPSP ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഗവൺമെന്റിന്മേൽ ബൈൻഡിങ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തരം എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ സ്ട്രക്ചറുകളിൽ ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. പലതിലും ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടത്താറില്ല. ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകൾ 5 വർഷം കഴിയുമ്പോൾ നടത്തും, ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നടത്തും. ചിലത് 2 തട്ടുകളിലുള്ള സംവിധാനം, ചിലത് 3 തട്ടുകളിലുള്ള സംവിധാനം, ചിലത് 4 തട്ടുകളിലുള്ള സംവിധാനം. ഇനി ഏതെല്ലാം അധികാരങ്ങൾ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എൻട്രി നമ്പർ എത്രയായിരുന്നു? എൻട്രി നമ്പർ യെസ്, വെരി ഗുഡ്. എൻട്രി നമ്പർ 5 ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെ. എൻട്രി നമ്പർ 5 ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്, മറന്നു പോകരുത്. എൻട്രി നമ്പർ 5 ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റികൾ റെക്കമെൻഡേഷൻസുമായി മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് നിങ്ങൾ എവിടെയാ പഠിക്കേണ്ടത്? ഇവിടെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അനുച്ഛേദം 40 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 40 പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ അവരുടെ റെക്കമെൻഡേഷൻസുമായി മുന്നോട്ട് വരുന്നത്. ഈ റെക്കമെൻഡേഷൻസിന്റെ ഒക്കെ ഫൈനൽ തുകയാണ് എന്ത്? രാജീവ് ഗാന്ധിയുടെ ആദ്യത്തെ അറ്റംപ്റ്റ്. അപ്പൊ രാജീവ് ഗാന്ധി അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി. പക്ഷേ ബില്ല് രാജ്യസഭയിൽ പാസ്സായില്ല. രാജ്യസഭയിൽ പാസ്സാകാതിരിക്കാനുള്ള കാരണം എഗെയിൻ ബ്യൂറോക്രാറ്റൈസേഷൻ എന്നുള്ളത് തന്നെയായിരുന്നു. രാജീവ് ഗാന്ധി അമിതമായി ബ്യൂറോക്രസിക്ക് പ്രാധാന്യം നൽകി എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിനെതിരായ ആരോപണം, അല്ലെങ്കിൽ ആ ബില്ലിന്മേൽ എതിരായ ആരോപണം എന്ന് പറയുന്നത്. അതിനുശേഷം VP സിംഗ് ഗവൺമെന്റ് ഇതിനുള്ളൊരു അറ്റംപ്റ്റ് നടത്തുന്നു. VP സിംഗ് ഗവൺമെന്റ് സ്ഥിരതയില്ലാത്ത ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് VP സിംഗ് ഗവൺമെന്റ് താഴെ വീഴുന്നു. അങ്ങനെ ബില്ല് ലാപ്സ് ആകുന്നു. ബില്ല് സ്വാഭാവികമായും നിയമമാകുന്നില്ല. പിന്നീട് ഇറ്റ് വാസ് അണ്ടർ ദി പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മിസ്റ്റർ PV നരസിംഹ റാവു that the dream of constitutional forefathers has got fulfilled. Okay, it has got fulfilled. അവരുടെ ആർട്ടിക്കിൾ 40 എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് PV നരസിംഹ റാവു പ്രധാനമന്ത്രിയായി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. രാജീവ് ഗാന്ധിയും VP സിംഗും അറ്റംപ്റ്റ് നടത്തിയെങ്കിലും ഇറ്റ് വാസ് എ ഫെയിലിയർ. Now that is how, അങ്ങനെയാണ് 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അദ്ദേഹം നമ്മളുടെ ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇദ്ദേഹം ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഭരണഘടനയിൽ 73ാമത് ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്? So there has got introduced a part 9 of Indian Constitution. ഭരണഘടനയിൽ ഭാഗം 9 പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പഞ്ചായത്ത് എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് ഭാഗം 9 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഭാഗം 9ന്റെ ഭാഗമായി ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെ കൂട്ടിച്ചേർത്തു. അപ്പൊ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ഭാഗം 9 ഇൻസേർട്ട് ചെയ്യുന്നു. അതിന്റെ ടൈറ്റിൽ പഞ്ചായത്ത് എന്ന് കൊടുക്കുന്നു. ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക്
കുറെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കുറെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. ആ ലിസ്റ്റിൽ there was a new schedule number 11 was added. 11ാം പട്ടിക കൂട്ടിച്ചേർക്കുന്നു. ഈ 11ാം പട്ടികയിൽ നിങ്ങൾക്ക് 29 ഫങ്ഷണൽ ഐറ്റംസ്, you would see 29 ഫങ്ഷണൽ ഐറ്റംസ്, 29 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ എന്തെല്ലാമാണ് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? പുതുതായി ഒരു ഭാഗം ഇൻസേർട്ട് ചെയ്യുന്നു, പാർട്ട് 9. പഞ്ചായത്ത് എന്ന് ടൈറ്റിൽ കൊടുക്കുന്നു. ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. പുതുതായി ഒരു ഷെഡ്യൂൾ കൂടി ഇൻസേർട്ട് ചെയ്തു. സർ, എന്തിനാണ് ഈ ഷെഡ്യൂള് സെപ്പറേറ്റ് ആയി ഇൻസേർട്ട് ചെയ്തത് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. നോ പ്രോബ്ലം, വി വിൽ ഡീൽ വിത്ത് ദാറ്റ് ഡൗട്ട്. ആ സംശയം നമ്മൾ ദൂരീകരിക്കും കേട്ടോ. അപ്പൊ പുതുതായി ഒരു ഷെഡ്യൂൾ നമ്പർ 11 ഇൻസേർട്ട് ചെയ്യുന്നു. ഷെഡ്യൂൾ നമ്പർ 11ൽ 29 ഐറ്റംസ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 29 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം ഐറ്റംസ് ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ 29 ഫങ്ഷണൽ ഐറ്റംസും ഷെഡ്യൂൾ നമ്പർ 11ൽ നൽകുന്നു. ഇതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ഇതോടുകൂടി പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ലഭിക്കുകയാണ്. ഭരണഘടനാ പദവി ലഭിക്കുന്നു. ഭരണഘടനാ പദവി ലഭിക്കുന്നു. എന്താണ് ഈ ഭരണഘടനാ പദവി നൽകുന്നതിന്റെ ഉദ്ദേശം? ഭരണഘടനാ പദവി നൽകുന്നതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, നേരത്തെ പ്രശ്നം എന്തായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റില് എൻട്രി നമ്പർ 5 ആയിരുന്നു ലോക്കൽ ഗവൺമെന്റ് അല്ലെ. അപ്പൊ സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാം ഈ ലോക്കൽ ഗവൺമെന്റ് രൂപീകരിക്കണമോ, തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്നുള്ള കാര്യമൊക്കെ ആർക്ക് തീരുമാനിക്കാമായിരുന്നു? അത് സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാമായിരുന്നു. ഇപ്പോ കാര്യം അതല്ല. ഇപ്പോ 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ സെപ്പറേറ്റ് പാർട്ട് രൂപീകരിച്ചിരിക്കുന്നു. ഈ പാർട്ട് ഭരണഘടനാ അംഗീകാരത്തോടുകൂടി കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇൻ അതർ വേർഡ്സ്, സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് ആണ് ലോക്കൽ ഗവൺമെന്റ് എങ്കിലും, മനസ്സിലാക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് ആണ് ലോക്കൽ ഗവൺമെന്റ് എങ്കിലും ചില കാര്യങ്ങൾ 73ാമത് ഭരണഘടനാ ഭേദഗതിയുടെ നിയന്ത്രണത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 73ാമത് ഭരണഘടനാ ഭേദഗതി ഇനി മുതൽ സംസ്ഥാനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ നിയന്ത്രിക്കാൻ പോകുകയാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, ഓക്കെ, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് സംസ്ഥാന ഗവൺമെന്റുകളുടെ മോഡിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ ഞാൻ പറയുന്നത് പോലെ വേണം നിങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ കോടതിയിലൂടെ നിങ്ങളെ സ്യൂ ചെയ്യാൻ സാധിക്കും. അതായത് സംസ്ഥാന ഗവൺമെന്റിനെ കോടതിയിലൂടെ സ്യൂ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. നൗ ഇറ്റ് ഹാസ് ബിക്കം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ ഭരണഘടനാപരമായ ഡ്യൂട്ടിയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായ കർത്തവ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുതാര്യമായ നടത്തിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, യെസ്, സെന്റർ ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. ഈവൻ സെന്റർ തന്നെ അപ്രോച്ച് ചെയ്യണമെന്നില്ല, ഈവൻ യു ക്യാൻ, നിങ്ങൾക്കും കോടതിയെ സമീപിക്കാം. ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ജസ്റ്റീഷ്യബിൾ. എങ്ങനെ നിങ്ങൾക്ക് സമീപിക്കാം? യു സേ ദാറ്റ് സർ മൈ റൈറ്റ്സ് ഹാവ് ഗോട്ട് വയലേറ്റഡ്, എന്റെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നിങ്ങൾക്ക് അത് റൈറ്റ് ടു ലൈഫുമായി ബന്ധിപ്പിക്കാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ സബ്ജക്റ്റ്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സബ്ജക്റ്റുകൾ ഞാൻ പറയും. ആ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് ധനം സമാഹരിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകാതിരിക്കുമ്പോഴോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സപ്പോസ് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു.
പ്യുവർ വാട്ടർ നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് ടു ലൈഫാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ആർക്കെതിരായി? സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായി. കാരണം പഞ്ചായത്തുകൾക്ക് അധികാരം നൽകുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ്. They have violated this. So you can file which writ? ഏത് റിട്ടാണ് ഫയൽ ചെയ്യാൻ പറ്റുക? ഏത് റിട്ടാണ് ഫയൽ ചെയ്യാൻ പറ്റുക? Is it habeas corpus? No. Mandamus writ ഫയൽ ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്. മാൻഡമസ് റിട്ട് ഫയൽ ചെയ്യാം അല്ലെ. പഞ്ചായത്തുകൾക്ക് വേണ്ടുന്ന അധികാരങ്ങൾ ആര് നൽകുന്നില്ല? സ്റ്റേറ്റ് നൽകുന്നില്ല. സ്റ്റേറ്റിനോട് സുപ്രീം കോടതി എന്ത് പറയും? സർ, ഡു യുവർ ഡ്യൂട്ടി. വാട്ട് ഇസ് മൈ ഡ്യൂട്ടി സർ? ഇറ്റ് ഇസ് മൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി. ഓക്കെ, പെർഫോം യുവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി. റിട്ടിലൂടെ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. And this is how you need to understand it. Okay, ഇങ്ങനെയാണ് നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ്. കുറെ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോകുകയല്ല, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ പഠിക്കണം. സോ ദാറ്റ് there will be nobody to challenge you. Okay, fine. അതുപോലെ ഇവിടെ യെസ്, വേറൊരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്, സർ ഷെഡ്യൂൾ 11 ആൻഡ് പാർട്ട് 9 സെയിം ആണോ? ഓക്കെ, അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്ന ആള് പുതിയൊരാളായിരിക്കും എന്ന് തോന്നുന്നു. പുതിയൊരാളിന്റെ സെൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള പുതിയൊരാളായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആളിവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പെട്ടെന്നൊന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിട്ടൺ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഞാനിത് പറയാൻ കാരണം ഇത് പറയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ യു ഹാവ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. നമ്മളുടെ SCERT പുസ്തകം മൊഡ്യൂൾസ് ആയി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ ഈ ടെക്സ്റ്റ് ബുക്കും ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾസിനെയാണ് നമ്മൾ പാർട്ട് എന്ന് വിളിക്കുന്നത്. കേട്ടോ, പാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ മാത്രമായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ പോലെ ഒരു ടൈറ്റിൽ മാത്രമായിരിക്കും ഈ പാർട്ട്. അപ്പൊ പാർട്ട് എന്ന് പറയുന്നത് ടൈറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ട് 9 was inserted and provided title പഞ്ചായത്ത്. പഞ്ചായത്ത് എന്ന ടൈറ്റില് നൽകി. പക്ഷെ പഞ്ചായത്ത് എന്ന ടൈറ്റില് ലഭിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം നമുക്കല്ലേ. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷന്റെ പേജുകൾ മറിച്ച് ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ വായിക്കണം. ഓക്കെ, അപ്പൊ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിൾസ് വായിച്ചു നോക്കാം. ഇനി ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ, ഈ സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയി, അതായത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ലൈബ്രറീസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിങ്ങനെ ചില സബ്ജക്റ്റുകളാണ് സെപ്പറേറ്റ്ലി ഷെഡ്യൂൾ നമ്പർ 11 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 11 കൊടുത്തിരിക്കുന്നത് ചില സബ്ജക്റ്റുകളാണ്. അത് സെപ്പറേറ്റ് ആയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസാനമാണ് ഈ ഷെഡ്യൂളുകൾ കൊടുത്തിരിക്കുന്നത്. അത് ലിസ്റ്റ് ആണ്, ലിസ്റ്റ് ഓഫ് സബ്ജക്റ്റ് ആണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്, ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾസ്. കേട്ടോ, ഇത്രയും കാര്യം ഇപ്പോ തൽക്കാലം അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമ്മളുടെ പൊളിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. കേട്ടോ, യെസ്. നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് നൽകുന്നു, ജസ്റ്റീഷ്യബിൾ ആക്കുന്നു. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ആയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് കൃത്യമായി പാലിക്കുന്നില്ല എങ്കിൽ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞു. ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 2 തരം വിഷയങ്ങളാണ് ഡീൽ ചെയ്യുന്നത്.
ഓക്കെ, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2 തരം വിഷയങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറയാണ് നിർബന്ധമായും നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ കമ്പൽസറി പ്രൊവിഷൻസ്. സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറയുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പറയുന്നത് പോലെ മാത്രമേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അതിന് നമ്മൾ കമ്പൽസറി പ്രൊവിഷൻസ് എന്നോ മാൻഡേറ്ററി പ്രൊവിഷൻസ് എന്നോ ഒബ്ലിഗേഷൻ എന്നോ പറയുന്നു. ഇൻ അതർ വേർഡ്സ് എങ്ങനെ മനസ്സിലാക്കാം? ഈ 73ാമത് ഭരണഘടനാ ഭേദഗതി പറയുകയാണ് സംസ്ഥാനങ്ങളെ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വന്തം നിയമം നിർമ്മിക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്ക് അവരുടേതായ നിയമങ്ങൾ നിർമ്മിക്കാം. ഉദാഹരണമായി സേഫ് ഫോർ കേരള പഞ്ചായത്തി രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിങ്ങനെ അവരുടെ നിയമങ്ങൾ നിർമ്മിക്കാം. പക്ഷെ ഈ നിയമത്തിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാം. ഇറ്റ് ഈസ് ഓൺ ദ ഡിസ്ക്രിഷൻ ഓഫ് സ്റ്റേറ്റ്സ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പറയാണ് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമങ്ങൾ നിർമ്മിക്കാം. പക്ഷെ നിർമ്മിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ പാലിക്കണം. അതെന്താണ് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. അത് കമ്പൽസറി ആണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ നിയമത്തിൽ നിർബന്ധമായും അത് ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. എന്നാൽ മറ്റ് ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. അത് നിങ്ങളുടെ സാമൂഹിക ചുറ്റുപാടുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ ആരോഗ്യ മേഖലകളിൽ ഒരു പരിധി വരെ അധികാരങ്ങൾ കേരളത്തിൽ കൊടുക്കാം. പക്ഷെ ബീഹാർ പോലെ UP പോലുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ അധികാരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം അധികാരങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ കമ്പൽസറി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് കമ്പൽസറി പ്രൊവിഷൻസ്, എന്താണ് വോളണ്ടറി പ്രൊവിഷൻസ്. അതായത് നിർബന്ധമായും സംസ്ഥാനങ്ങൾ തങ്ങളുടെ നിയമത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. See this, there are certain compulsory provisions. Compulsory provisions അതായത് നിർബന്ധമായും സംസ്ഥാനങ്ങൾ അവരുടെ പഞ്ചായത്തി രാജ് നിയമത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കമ്പൽസറി പ്രൊവിഷൻസ്. ഒന്നാമത്തേത് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാം സഭ. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാം സഭ. ഗ്രാം പഞ്ചായത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഓർഗനൈസേഷൻ ഓഫ് ഗ്രാം സഭ. ഗ്രാമസഭകളുടെ ശാക്തീകരണം. ഏത് എക്സ്റ്റെൻഡ് വരെ ഗ്രാമസഭകൾക്ക് അധികാരം നൽകണമെന്ന് പറയുന്നില്ല. ഗ്രാമസഭകൾ നിർബന്ധമായും ശാക്തീകരിക്കപ്പെടണം. എന്താണ് ഗ്രാമസഭ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പറയുകയാണ്. Yes. Second one is 3-tier structure. അപ്പൊ സംസ്ഥാനങ്ങളോട് പറയുകയാണ് നിർബന്ധമായും നിങ്ങളുടെ നിയമത്തിൽ, നിങ്ങൾ കൊണ്ടുവരുന്ന പഞ്ചായത്തി രാജ് നിയമത്തിൽ ഒരു 3-tier സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ 3-tier സ്ട്രക്ചർ ആയിരിക്കണം എന്ന് പറയുകയാണ്. തോന്നുന്നത് പോലെ ഒരു സംസ്ഥാനം 4 tier, മറ്റൊന്ന് 5 tier, മറ്റൊന്ന് 2 tier, മറ്റൊന്ന് സിംഗിൾ tier. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. 3-tier സ്ട്രക്ചർ നിർബന്ധമായും പാലിക്കണം. ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എക്സെട്ര.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തിനു വേണ്ടിയാണ്? സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായി ഇൻഡിപെൻഡന്റ് ആയി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കണം. അതുകൂടാതെ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. എന്തിനു വേണ്ടിയാണ്? എങ്ങനെയാണ് സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം ഡിവല്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സംസ്ഥാന ധനകാര്യ കമ്മീഷനോ ഇല്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും ഭരണഘടനാ പദവി ലഭിക്കുന്നത്, രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? അത് 1992 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന നിയമസഭയിലേക്കോ നിയമനിർമ്മാണ കൗൺസിലിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടവരല്ല. അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ്. അതുപോലെ കമ്പൽസറി പ്രൊവിഷൻസിൽ പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ സംവരണവും നൽകണം. 73ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നു, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ സംവരണവും നൽകണം. റിസർവേഷൻ, സംവരണം നൽകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SC ST വിഭാഗത്തിന് സംവരണം നൽകണം. അതുപോലെ സ്ത്രീ സംവരണം നൽകണം. തുടങ്ങിയ കാര്യങ്ങൾ കമ്പൽസറി പ്രൊവിഷൻ ആണ്. ഒരു സംസ്ഥാനത്തിനും SC STക്ക് സംവരണം നൽകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് സംവരണം നൽകില്ല എന്ന് പറയാൻ പറ്റില്ല. നിർബന്ധമായും സംവരണം നൽകണം. കുറഞ്ഞ പ്രായം 21 വയസ്സ് എന്നുള്ളത് യൂണിഫോം ആയിരിക്കണം. മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ് എന്നുള്ളത് യൂണിഫോം ആയിരിക്കണം. നിർബന്ധമായും ഇത് പാലിക്കണം. കാലാവധി 5 വർഷം എന്നുള്ളതും നിർബന്ധമായും എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ പാലിക്കേണ്ടുന്ന വ്യവസ്ഥകളാണ്. ഇത് കൂടാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തുകൾ നേരത്തെ ഡിസോൾവ് ആയി പോയാൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതും നിർബന്ധമായും പാലിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണം എന്തെല്ലാമാണ് പറഞ്ഞത്? എക്സാമ്പിൾസ് പറഞ്ഞത്, ഒന്നാമത്തേത് ഗ്രാമസഭയുടെ ശാക്തീകരണം, 2 3 tier സ്ട്രക്ചർ. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? നോ, ഇല്ല. യെസ്, ഫൈൻ. അപ്പൊ കമ്പൽസറി പ്രൊവിഷൻസ് എന്തെല്ലാമാണ്? ഉദാഹരണം, ഗ്രാമസഭയുടെ ശാക്തീകരണം, 3 tier സ്ട്രക്ചർ എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ പിന്തുടരണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവ നിർബന്ധമായും രൂപീകരിക്കണം. സംവരണം നൽകണം. എങ്ങനെ നൽകണം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സംവരണം നൽകണം. 21 വയസ്സാണ് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കണം. 5 വർഷം ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കണം. അതുപോലെ 6 മാസത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവ പിരിഞ്ഞു പോകുന്നുവെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തി അവയ്ക്ക് പുനർരൂപീകരണം നൽകുകയും വേണം. അപ്പൊ ഏതെങ്കിലും സപ്പോസ്, അതിന്റെ ഉദ്ദേശം ഇതാണ്, സപ്പോസ് ഒരു പഞ്ചായത്ത് ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. അഴിമതി ആരോപണത്തെ തുടർന്നോ അല്ലെങ്കിൽ ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗം തടസ്സപ്പെടുത്തിക്കൊണ്ടോ ആരോപണം ഉന്നയിച്ചതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പിരിച്ചുവിട്ടു എന്ന് വിചാരിക്കുക. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത 5 വർഷം കഴിയട്ടെ എന്നിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. 6 മാസത്തിനുള്ളിൽ നിർബന്ധമായും ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് കമ്പൽസറി ആണ്, കമ്പൽസറി കണ്ടീഷൻ ആണ്. ഇനി എന്താണ് വോളണ്ടറി പ്രൊവിഷൻസ്? ഞാൻ നേരത്തെ 11th ഷെഡ്യൂൾ പറഞ്ഞു അല്ലെ. 11th ഷെഡ്യൂളിൽ ഞാൻ എന്താ പറഞ്ഞത്? 29 സബ്ജക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. 29 ഫങ്ഷണൽ ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 29 ഫങ്ഷണൽ ഐറ്റംസിൽ എല്ലാ ഐറ്റംസും എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് വോളണ്ടറി ആണ്. എല്ലാം നൽകണമെങ്കിൽ നൽകാം. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത്രയ്ക്ക് ഡെവലപ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് 29 സബ്ജക്റ്റും നൽകണമെങ്കിൽ നൽകാം. അല്ലെങ്കിൽ ഏതെങ്കിലും നൽകാം. ഒന്നും നൽകാതിരിക്കാൻ പറ്റില്ല.
ഏതെങ്കിലും നൽകാം. സോ ഓൾ ഓർ എനി ഐറ്റംസ് ഇൻ ദ 11th ഷെഡ്യൂൾ ക്യാൻ ബി ഡിവല്യൂട്ടഡ് ടു ദ ലോക്കൽ സെൽഫ് ബോഡീസ്. വോളണ്ടറി ആണ്, അതായത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നൗ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എംപിമാർക്കും ലെജിസ്ലേറ്റീവ് അംഗങ്ങൾക്കും, അതായത് സംസ്ഥാന നിയമസഭാ നിയമനിർമ്മാണ കൗൺസിൽ അംഗങ്ങൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും സംസ്ഥാനങ്ങൾക്കുണ്ട്. ഇത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം. അതായത് അവരുടെ നിയമത്തിൽ അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ ഒരു വിസിറ്റിംഗ് അംഗമായി എം പിയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് അംഗമായി MLA യും ഉണ്ടായിരിക്കും. ഏത് MP-യുടെ അല്ലെങ്കിൽ ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണോ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വരുന്നത്, ആ സ്ഥാപനത്തിൽ MP-ക്കും ഒരു അംഗമായിരിക്കാൻ സാധിക്കും എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? സംസ്ഥാനത്തിന് തീരുമാനിക്കാം. MLA-മാർക്ക് അംഗത്വം നൽകണമെങ്കിൽ അതും ആർക്ക് തീരുമാനിക്കാം? സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. SC/ST റിസർവേഷനും വിമൻ റിസർവേഷനും കമ്പൽസറി ആണ് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. OBC റിസർവേഷൻ, ജസ്റ്റ് എ സെക്കൻഡ്, യെസ്, OBC റിസർവേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ വിവേചനമാണ്. ചില സംസ്ഥാനങ്ങളിൽ OBC-ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ റിസർവേഷൻ നൽകേണ്ടതായി വരാം. അങ്ങനെ വേണമെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. OBC റിസർവേഷൻ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. SC/ST വിഭാഗത്തിന്റെ അത്രയും പിന്നാക്കം നിൽക്കുന്ന വിഭാഗമല്ല OBC, അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ SC/ST സംവരണം, സ്ത്രീ സംവരണം എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, ഇത് വോളണ്ടറി ആണ്. ഫിനാൻഷ്യൽ ഓട്ടോണമി, ഫിനാൻഷ്യൽ ഓട്ടോണമി ഏത് ഡിഗ്രി വരെ നൽകണം, ഓക്കെ, അപ് ടു വാട്ട് എക്സ്റ്റെന്റ്, അപ് ടു വാട്ട് എക്സ്റ്റെന്റ്, ഏത് എക്സ്റ്റെന്റ് വരെ നൽകണം എന്നുള്ളതും സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയ്ക്ക് അവരുടെ നിയമനിർമ്മാണത്തിലൂടെ തീരുമാനിക്കാം. ഇത് കൂടാതെ ഗ്രാമസഭ ശാക്തീകരിക്കണമെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. ഗ്രാമസഭയ്ക്ക് ഏത് എക്സ്റ്റെന്റ് വരെ അധികാരങ്ങൾ നൽകണം, എക്സ്റ്റെന്റ് ഓഫ് പവർ, അതും ഓരോ സംസ്ഥാനങ്ങൾക്കും തീരുമാനിക്കാം. അതും യൂണിഫോം ആയിരിക്കില്ല. കേരളത്തിലെ ഗ്രാമസഭകളുടെ അധികാരമായിരിക്കില്ല തമിഴ്നാട്ടിലെ ഗ്രാമസഭകളുടെ അധികാരം. ആ അധികാരങ്ങളും ഡിഫർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങളെല്ലാം കമ്പൽസറി ആണ്. പക്ഷെ ഇത് കമ്പൽസറി അല്ല, ഇത് വോളണ്ടറി ആണ്. അത് സംസ്ഥാനങ്ങളുടെ തീരുമാനപ്രകാരം ആകാം. സോ ഇതാണ് കമ്പൽസറി വോളണ്ടറി പ്രൊവിഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ 11th ഷെഡ്യൂള് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു അല്ലെ. യെസ്, ഗിവിംഗ് റെപ്രസെന്റേഷൻ ടു MP, MLA ഒന്നുകൂടി പറയൂ. യെസ്, അതായത് സപ്പോസ് കേരളം തീരുമാനിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ഇപ്പൊ പഞ്ചായത്ത്, സേ ഫോർ എക്സാമ്പിൾ ഒരു പഞ്ചായത്ത് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഈ പഞ്ചായത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് എന്ന് വിചാരിക്കുക. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് എന്ന് വിചാരിക്കുക ഈ പഞ്ചായത്ത്. കേരള നിയമസഭ തീരുമാനിക്കുകയാണ്, നമ്മളുടെ പഞ്ചായത്തി രാജ് നിയമത്തിൽ നമ്മൾക്കൊരു കാര്യം എഴുതി വെക്കാം. ആ നിയമത്തിൽ പാർലമെന്റ് മെമ്പേഴ്സിന് പഞ്ചായത്തിൽ ഒരു സീറ്റ് ഉണ്ടായിരിക്കും, ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൂടെ തെരഞ്ഞെടുത്ത് വില്ലേജ് പഞ്ചായത്തിൽ ഇരിക്കുന്ന അംഗങ്ങളോടൊപ്പം ഒരു സീറ്റ് ആർക്ക് നൽകും? ആ പഞ്ചായത്ത് ഏത് ലോക്സഭാ മണ്ഡലത്തിലാണോ ഇരിക്കുന്നത് ആ ലോക്സഭാ മണ്ഡലത്തിലെ MP-ക്ക് നൽകും എന്ന് ആര് തീരുമാനിക്കുന്നു? കേരള സംസ്ഥാനം തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാം. കാരണം അത് വോളണ്ടറി പ്രൊവിഷൻ ആണ്. പക്ഷെ കേരളം അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉണ്ട്. അപ്പൊ ശശി തരൂർ എവിടെ വന്നിരിക്കും? ശശി തരൂരിന് വേണമെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒരു പഞ്ചായത്തിൽ വന്ന് അവരുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഐഡിയ. അതാണ് ഗിവിംഗ് റെപ്രസെന്റേഷൻ ടു MP or ML. ML മീൻസ് മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, സോ അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത്.
യെസ്, ഈ പ്രൊവിഷൻസ് എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം. ഈ പ്രൊവിഷൻസ് സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് പോലെ എപ്പോ വേണമെങ്കിലും കൊണ്ടുവരാം കേട്ടോ. സംസ്ഥാന നിയമസഭയിൽ കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷത്തോടെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ റെപ്രസെന്റേഷൻ MP MLAസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ 73ാമത് ഭരണഘടനാ ഭേദഗതി രണ്ടായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, 11th സബ്ജക്ട് അല്ലെങ്കിൽ 11th ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇവ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 11th ഷെഡ്യൂളിലുള്ള എല്ലാ സബ്ജക്റ്റുകളും നൽകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാംസഭ എന്നാൽ ഗ്രാംസഭ വിളിച്ചു ചേർക്കുക എന്നാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഗ്രാംസഭ വിളിച്ചു ചേർക്കുക എന്നല്ല, ഗ്രാംസഭയ്ക്ക് അധികാരങ്ങൾ നൽകുക എന്നാണ് കേട്ടോ. ഗ്രാംസഭ വെറുതെ വിളിച്ചു ചേർത്തിട്ട് കാര്യമില്ല. ഗ്രാംസഭ വെറുതെ വിളിച്ചു ചേർത്ത് ചായ കുടിച്ച് പിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഗ്രാംസഭകൾക്ക് അധികാരങ്ങൾ നൽകുക എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രാംസഭ മീറ്റിംഗ് നടത്തുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഗ്രാമസഭകൾക്ക് ചിലപ്പോൾ ചില ഫെസ്റ്റുകളൊക്കെ സംഘടിപ്പിക്കാം. അതായത് ഈ സേ ഫോർ എക്സാമ്പിൾ ഈ തൈകൾ വിതരണം ചെയ്യുക. അപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരും, ഇവിടെ ഈ തൈകൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തൈ ശേഖരിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ മറ്റ് ചെറിയ ഫ്ലവർ ഷോകൾ സംഘടിപ്പിക്കുക, ചെറിയ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ ചില സംസ്ഥാനങ്ങൾ ഗ്രാമസഭകൾക്ക് നൽകിയിട്ടുള്ള അധികാരമാണ്. കാരണം അവരുടെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ അത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ചില ഗ്രാമസഭകൾ ഒത്തുചേർന്നുകൊണ്ട് ഹോട്ടലുകൾ നടത്തുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഭക്ഷണശാലകൾ നടത്തുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി 11th ഷെഡ്യൂളിലുള്ള ഐറ്റംസ് ആർട്ടിക്കിൾ 243G ആണ് ഇതിനുള്ള അധികാരം അല്ലെങ്കിൽ ഇതിനുള്ള അനുമതി 11th ഷെഡ്യൂളിന് നൽകുന്നത്. ഈ ആർട്ടിക്കിൾ കൃത്യമായി ഓർത്തിരിക്കുക കേട്ടോ. 11th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ നമ്പർ 243G ആണ്. ഈ സബ്ജക്റ്റുകൾ ഓർത്തിരിക്കണമോ എന്ന് ചോദിച്ചാൽ അഗെയിൻ അതും ഒരു ടാസ്ക് ആണ്. എല്ലാം ഒന്നും മുഴുവനായും ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോ കറൻസി എന്നൊക്കെ പറഞ്ഞാൽ കറൻസി 11th ഷെഡ്യൂളിൽ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഫൈൻ. യെസ്, ലോജിക്കലി ഡിറൈവ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്സ് ഉപയോഗിച്ച് നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ നോക്കുക, സേ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ, ലാൻഡ് ഇംപ്രൂവ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ലാൻഡ് റിഫോംസ്, ലാൻഡ് കൺസോളിഡേഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കരമടയ്ക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കരമടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫൈൻ. മൈനർ ഇറിഗേഷൻ, വാട്ടർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് ഡെവലപ്മെന്റ്, അനിമൽ ഹസ്ബൻഡറി, ഡയറിംഗ് ആൻഡ് പോൾട്രി, ഫിഷറീസ്, സോഷ്യൽ ഫോറസ്ട്രി ആൻഡ് ഫാം ഫോറസ്ട്രി, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒക്കെ പ്രധാനപ്പെട്ട, അതായത് ഈ വനപ്രദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന മേഖലകളാണ് പ്രധാനമായും മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിനെ സംബന്ധിച്ചൊക്കെ ഡീൽ ചെയ്യുന്നത്. ഖാദി, വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, റൂറൽ ഹൗസിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ, ഫ്യൂവൽ ആൻഡ് ഫോഡർ. ഞാൻ നേരത്തെ പറഞ്ഞു കുടിവെള്ളം, ഡ്രിങ്കിംഗ് വാട്ടർ, റോഡ്, പഞ്ചായത്ത് റോഡുകൾ, പഞ്ചായത്ത് പാലങ്ങൾ, അതുപോലെ പഞ്ചായത്ത് വാട്ടർ വേസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ചില സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം ഇൻക്ലൂഡിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾസ്, ടെക്നിക്കൽ ട്രെയിനിങ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അഡൽട്ട് ആൻഡ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, ലൈബ്രറീസ്, ഗ്രാമീണ വായനശാല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഗ്രാമസഭകൾ, നിങ്ങൾ ഗ്രാമോത്സവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗ്രാമസഭകൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു, പഞ്ചായത്ത് തലങ്ങളിൽ കലാമത്സരം, കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ മാത്രം മതി. ടോട്ടൽ 29 സബ്ജക്ട്സ് ആണുള്ളത്. ബാക്കി സബ്ജക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില മാർക്കറ്റുകൾ നടത്തുക, ഫെയറുകൾ നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുക്ക് ഫെയർ നടത്തുന്നു, അല്ലെങ്കിൽ പെറ്റ് ഫെയർസ് നടത്തുക,
അല്ലെങ്കിൽ ക്രോപ്പ് ഫെയർസ് നടത്തുന്നു, ഫ്ലവർ ഷോ നടത്തുന്നു, ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ഡിസ്പെൻസറീസ്, ഫാമിലി വെൽഫെയർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഗ്രാമസഭകളുടെ ഭാഗമായിട്ടൊക്കെ ചില സർവേകൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ചില പ്രിഡോമിനന്റ്ലി ലേഡീസ് ആയിരിക്കും വരിക. അങ്കണവാടികളുടെ ഭാഗമായിട്ടൊക്കെ ലേഡീസ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, യെസ്, വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ സംബന്ധിച്ച് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ആരംഭിക്കും. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക, എത്ര വയസ്സിലാണ് അവർക്ക് കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുക. സോഷ്യൽ വെൽഫെയർ ഇൻക്ലൂഡിംഗ് വെൽഫെയർ ഓഫ് ഹാൻഡിക്യാപ്ഡ് ആൻഡ് മെന്റലി റിട്ടാർഡഡ്, welfare of the weaker sections, in particular of scheduled caste and scheduled tribes, public distribution system, ration, maintenance of community assets എന്നിങ്ങനെ 29 സബ്ജക്റ്റിൽ എല്ലാം നൽകണമെന്നില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ നിർബന്ധമായും നൽകിയിരിക്കണം എന്ന് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഏതൊക്കെ സബ്ജക്ട്സ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തു എന്നൊക്കെ ചോദിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ ക്ലിയർ ആയി ഒരു ബൗണ്ടറി നമ്മൾക്ക് വരയ്ക്കാൻ സാധിക്കില്ല കേട്ടോ. ഇത് പലപ്പോഴും ഓവർലാപ്പിംഗ് ആയിരിക്കും. ക്ലിയർ ആയി അങ്ങനെ ഒരു ബൗണ്ടറി വരയ്ക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. പൂർണ്ണമായും ഈ മേഖലയുടെ അധികാരം നൽകിയോ നൽകിയില്ലേ എന്നുള്ള ഒരു ബൗണ്ടറി വരയ്ക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഓരോ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ചും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിങ്ങൾ 73, 74 ഭേദഗതികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഒരു കോൺസെൻട്രേഷൻ പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. തൽക്കാലം നമ്മളുടെ സിലബസിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം സമയം അനുവദിക്കുന്നത് പോലെ റിവിഷൻ ക്ലാസ്സസ് പോലെ അല്ലെങ്കിൽ അഡീഷണൽ സെഷൻസ് പോലെ നമ്മൾക്ക് പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ട് കേരളത്തെ സംബന്ധിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യാനും ശ്രമിക്കാം കേട്ടോ. സോ ദാറ്റ് ഈസ് വൺ ഗ്യാരണ്ടി വിച്ച് ഐ ക്യാൻ ഗിവ് യു. So just understand these 29 subjects, just go through these 29 subjects. ഈ 29 സബ്ജക്ട് ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, which is very very important. Now finally നമ്മൾ 73ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഫ്യൂ സബ്ജക്ട് മസ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഒരു സബ്ജക്റ്റും കൊടുക്കാതിരിക്കാൻ പാടില്ല. ചില സബ്ജക്റ്റുകൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നു പോകരുത് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇതൊരു വോളണ്ടറി പ്രൊവിഷൻ ആണ്. ഈ വോളണ്ടറി പ്രൊവിഷനിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ഒന്നുകിൽ 11th ഷെഡ്യൂളിലെ എല്ലാ സബ്ജക്റ്റും കൊടുക്കാം, അല്ലെങ്കിൽ സെലക്റ്റഡ് സബ്ജക്ട് കൊടുക്കാം. ഓൾ ഓർ എനി ഇൻ 11th ഷെഡ്യൂൾ. ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ കേട്ടോ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കൺസെപ്റ്റിൽ വ്യത്യാസം ഉണ്ടാകരുത്. ഈ 29 സബ്ജക്റ്റുകളിൽ എല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഏതെങ്കിലുമൊക്കെയും കൊടുക്കാം. ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് യാതൊരു അധികാരവും ഇല്ല എന്നാണോ? അതാണോ നമ്മളുടെ ആർട്ടിക്കിൾ 40 പറയുന്നത്? അല്ല. ഓക്കെ, ഫൈൻ, യെസ്. ഇനി നോക്കുക, എന്താണ് നമ്മളുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ സെലിയന്റ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ഗ്രാമസഭ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ബേസിക് യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് കേട്ടോ. അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ബേസിക് യൂണിറ്റ് ആണ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. നൗ യെസ്, ഗ്രാം സഭ, this is what is the foundation of Panchayati Raj. Foundation of Panchayati Raj system. ടോട്ടൽ പഞ്ചായത്തി രാജ് സിസ്റ്റം നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും സെൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം സഭയാണ്. ബേസിക് യൂണിറ്റ് എന്താണ്? ഗ്രാം സഭയാണ്. Now, what do you mean by ഗ്രാം സഭ? എന്താണ് ഗ്രാം സഭ എന്ന് പറഞ്ഞാൽ? ഗ്രാം സഭ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വില്ലേജിൽ ഇലക്ടോറൽ റോളിൽ നെയ്മുള്ള മെമ്പേഴ്സ് എല്ലാവരും ഗ്രാം സഭയുടെ ഭാഗമാണ്. ഓക്കെ,
ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ ഇലക്ടോറൽ റോളിൽ പേരുള്ള ആ മെമ്പേഴ്സ് എല്ലാവരും ഗ്രാമസഭയുടെ ഭാഗമാണ്. അപ്പൊ ഗ്രാമസഭ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് എന്ന് പറയാൻ കാരണം. ഇതാണ് ഏറ്റവും ബേസിക് യൂണിറ്റ്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ അടിത്തട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാമസഭയുടെ അധികാരങ്ങളും കർത്തവ്യങ്ങളും എന്തായിരിക്കണം എന്നാർക്ക് തീരുമാനിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗ്രാമസഭ രൂപീകരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്, ഗ്രാമസഭയ്ക്ക് അധികാരം നൽകണം എന്നുള്ളത് കമ്പൽസറി ആണ്. പക്ഷെ അത് ഏത് എക്സ്റ്റെന്റ് വരെ നൽകണം എന്ന് ആർക്ക് തീരുമാനിക്കാം? അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. എഗെയിൻ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വോളണ്ടറി പ്രൊവിഷൻസ് ഒന്ന് നോക്കുക. വോളണ്ടറി പ്രൊവിഷൻസിൽ നൽകിയിരിക്കുന്നത് എന്താണ്? പവേഴ്സ് ഓഫ് ഗ്രാം സഭ. ഇറ്റ് ഇസ് എ വോളണ്ടറി പ്രൊവിഷൻ. ഏത് എക്സ്റ്റെന്റ് വരെ നൽകണം, എന്തെല്ലാം അധികാരങ്ങൾ നൽകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ആണ്. ഓക്കെ, അപ്പൊ ഫൗണ്ടേഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. ആരെല്ലാമാണ് മെമ്പേഴ്സ്? ഒരു വില്ലേജിൽ ഇലക്ടോറൽ റോളിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിൽ മെമ്പേഴ്സ് ആണ്. ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് അതാത് വാർഡുകളിലെ മെമ്പേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഗ്രാമസഭ ചേരാൻ പോകുന്നു എന്നൊക്കെ നിങ്ങളുടെ പേരൻസ് ഒക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ എത്രത്തോളം നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും ഗ്രാമസഭ ചേരാൻ പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ടോറൽ റോളിൽ പേരുകളുള്ള എല്ലാവരും ആണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ എല്ലാവരും ആയിരിക്കില്ല. ആ വാർഡ് മെമ്പേഴ്സ് ആയിരിക്കും ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഏതൊക്കെ അധികാരങ്ങൾ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായും ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഒരു കൺഫ്യൂഷൻ, ഇവിടെ 18 വയസ്സ് കഴിഞ്ഞവർ എല്ലാവരും ഗ്രാമസഭയിൽ മെമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നാണ്. സാങ്കേതികപരമായി അതിലൊരു പ്രശ്നമുണ്ട്. കാരണം 18 വയസ്സ് കഴിഞ്ഞിട്ട്, സപ്പോസ് 18 വയസ്സ് പൂർത്തിയായ ആ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ടൂറിസ്റ്റുകൾ, അവർക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഗ്രാമപഞ്ചായത്തിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരു ഫാമിലി, അതിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെ? അവര് അവിടെ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ട്രീറ്റ്മെന്റിന് ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഒരു ഫാമിലി, അവരവിടെ 1 മാസവും 2 മാസവും ഉണ്ടെന്ന് വിചാരിക്കുക. അവരെ സംബന്ധിച്ച് ഈ ഗ്രാമസഭയിൽ അംഗത്വം ഉണ്ടാകുമോ? അപ്പൊ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ടോറൽ റോളിൽ പേരുണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഏതോ ഒരു PSC പരീക്ഷയ്ക്ക് 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ളവര് അവിടെ താമസിക്കുന്ന 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുന്നവര് അവിടുത്തെ മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രാമസഭയിലെ മെമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് എന്ന് PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് റോങ് കേട്ടോ, അത് തെറ്റാണ്. നമ്മൾ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് അവകാശത്തെ പറ്റി പറയുമ്പോൾ, നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ പറ്റി പറയാറില്ലേ? ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ പറ്റി പറയുമ്പോൾ ഒരു തവണ UPSC ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UPSC ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: എവ്രി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ബി എൻടൈറ്റിൽ ടു വോട്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും വോട്ട് അവകാശം എന്നുള്ളതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് UPSC ഒരിക്കൽ ചോദിച്ചു. UPSC ഇത്രയും ലളിതമായ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചോ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇതിനു ശേഷമാണ് നമ്മളൊക്കെ ഇത് വളരെ പ്രധാനമായി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ എക്സാം പ്രഷറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എവ്രി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ഹാവ് ദ റൈറ്റ് ടു വോട്ട് എന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടോ? കുട്ടി, ആ കുട്ടിയുടെ പേരൻസ്, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ പേരൻസ് രണ്ടുപേരും ഇന്ത്യക്കാരാണ് എങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ട്.
ബൈ ബർത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ട്. പക്ഷെ ആ കുട്ടിക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റുമോ? നോ. അപ്പൊ നിങ്ങൾ പറയും 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരായാൽ മതി എന്ന് പറയൂല്ലേ? അവിടെയുണ്ട് സർ പ്രശ്നം. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടോ? ജയിലിൽ കിടക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാത്രം കാര്യമില്ല. 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരായ കോൺസ്റ്റിറ്റ്യൂഷനോ പാർലമെന്റോ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത വ്യക്തികൾക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. ഇതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 326 നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഭരണഘടന എഴുതാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പൊ 18 ഇയേഴ്സ് പൂർത്തീകരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, പാർലമെന്റോ കോൺസ്റ്റിറ്റ്യൂഷനോ ഡിസ്ക്വാളിഫൈ ചെയ്യാനും പാടില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. യെസ്, തിങ്സ് അപ്പാർട്ട്, നമ്മൾ ഗ്രാമസഭയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ 18 വയസ്സ് പൂർത്തിയായിട്ട് മാത്രം കാര്യമില്ല. കൃത്യമായി ഭരണഘടനയിൽ 73ാമത് ഭരണഘടനാ ഭേദഗതിയിൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്ന കാര്യം, ഇലക്ടോറൽ റോളിൽ പേരുള്ള ആ പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആണ് ഗ്രാം സഭയുടെ ഭാഗം ആവുക. Fine, that's it. So that is first feature of 73rd Constitutional Amendment Act. 73rd Constitutional Amendment Actന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തേത് പറയുന്നത് 3-tier സിസ്റ്റം കമ്പൽസറി ആണ് എന്നാണ്. 3 തട്ടുകളിലുള്ള ഭരണ സംവിധാനങ്ങൾ, വില്ലേജ് തലത്തിൽ, ഇന്റർമീഡിയറ്റ് തലത്തിൽ, ജില്ലാ തലത്തിൽ. ഓക്കെ, ഫസ്റ്റ് വില്ലേജ് തലത്തിൽ, സെക്കൻഡ് ഇന്റർമീഡിയറ്റ് തലത്തിൽ, മൂന്നാമത്തേത് ജില്ലാ തലത്തിൽ. കേരളത്തിൽ ഈ 3 തട്ടുകളിലും തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ ഉണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? യെസ്, എക്സാക്ട്ലി ഉണ്ട്. വില്ലേജ് തലത്തിൽ നമ്മളുടെ നോമൻക്ലേച്ചർ എന്താണ്? ഗ്രാമപഞ്ചായത്ത് എന്നാണ് അല്ലെ? കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് എന്നാണ് പറയുക. നോമൻക്ലേച്ചർ ഒക്കെ മാറാം കേട്ടോ, പേരുകളൊക്കെ മാറാം. പേരുകളൊക്കെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഉചിതമായി തീരുമാനിക്കാം. ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ. ഇന്റർമീഡിയറ്റ് തലത്തിൽ നമ്മൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് അല്ലെ? ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ ഡിസ്ട്രിക്ട് തലത്തിൽ നമ്മൾക്ക് ജില്ലാ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട് അല്ലെ? ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ച് ഈ 3 തട്ടുകൾ വേണമെന്ന് 73ാമത് ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 73ാമത് ഭരണഘടനാ ഭേദഗതി ഒരു എക്സെപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ആ എക്സെപ്ഷൻ എന്താണ്? ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ, ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവല് ഒഴിവാക്കാം. ഇന്റർമീഡിയറ്റ് ലെവൽ ക്യാൻ ബി എലിമിനേറ്റഡ്. അതായത് ഈ ബ്ലോക്ക് ലെവൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഗ്രാമപഞ്ചായത്ത് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നിങ്ങനെ 2 ലെവൽ മാത്രമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 3-tier സിസ്റ്റം നിർബന്ധമാണ്, കമ്പൽസറി ആണ്. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ എന്താണ്? 20 ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വില്ലേജ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും മാത്രമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ ദിസ് 3-tier സിസ്റ്റം? ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3-tier സിസ്റ്റം
എന്താണ് ഈ ടിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ത്രിതല അല്ലെ? യെസ്, വെരി ഗുഡ്. ത്രിതല എന്നാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അർബൻ ലെവലിലും റൂറൽ ലെവലിലും 3 tier തന്നെയാണോ? വാട്ട് ഡു യു തിങ്ക്? നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും 3 tier ആണോ, അതോ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണോ 3 tier? വാട്ട് ഡു യു തിങ്ക്? ഗ്രാമം മാത്രം. നഗരം എന്ന് പറയുന്ന ആളുമുണ്ട്, ഗ്രാമം എന്ന് പറയുന്ന ആളുമുണ്ട്. എല്ലായിടത്തും ബോത്ത് 3 tier എന്ന് പറയുന്നുണ്ട്. യെസ്, നൗ ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അങ്ങനെയല്ല കേട്ടോ. ഗ്രാമതലത്തിലും നഗരതലത്തിലും 3 tier സിസ്റ്റം അല്ല. ഗ്രാമതലത്തിൽ 3 tier ആണ്. നഗരതലത്തിൽ, അതായത് സോ അണ്ടർസ്റ്റാൻഡ്, റൂറൽ ലോക്കൽ സെൽഫ് ബോഡീസ് 3 tier ആണ്. അർബൻ ലോക്കൽ സെൽഫ് ബോഡീസ് 3 ടൈപ്പ് ആണ്. 3 tier അല്ല, 3 ടൈപ്പ് ആണ്. യെസ്, വെരി ഗുഡ് ശില്പ. 3 ടൈപ്സ് ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിച്ചിരിക്കുന്ന അർബൻ ലോക്കൽ സെൽഫ് ബോഡീസ് 3 ടൈപ്പ് ആണ്, 3 tier അല്ല. ദർ ഇസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ആ ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വി വിൽ ഡിസ്കസ് ഇറ്റ് ടുമോറോ. ഓക്കെ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് ആലോചിക്കുക. അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. And we will see it tomorrow what exactly is the difference. Fine. So ഇന്ന് ഇപ്പോ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു മേ ആസ്ക് നൗ.